ടി.സി. തിരുവട്ടൂരിനെ സംബന്ധിച്ചിടത്തോളം ടി.സി. ഒരു നല്ല പ്രവർത്തകനാണ്. ടി.സി. ചെറുപ്പത്തിലെ രാഷ്ട്രീയപരമായും സാംസ്കാരികമായും മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെയധികം കാര്യങ്ങൾ തിരുവട്ടൂർ ചെയ്തിട്ടുണ്ട്. ഇനിയും ഇപ്പോഴും വലിയ സേവകനായിട്ടാണ് തിരുവട്ടൂരിനെ സംബന്ധിച്ചിടത്തോളം ടി.സിയുടെ കാര്യങ്ങൾ. ടി.സി. അത്രയും നല്ലൊരു പ്രവർത്തകനായിട്ടാണ് ഞങ്ങൾ മനസ്സിലായത്. വളരെ ചെറുപ്പത്തിൽ തന്നെ വളരെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും മറ്റ് ഒരു സംഘാടകൻ എന്നുള്ളത് മറ്റുള്ളവരെ സംഘടിപ്പിക്കാനും എല്ലാ കാര്യങ്ങളിലും വളരെ ഉത്സുകനാണ് ടി.സി. എന്ന് ഞാൻ പറയുന്നു. പിന്നെ തിരുവട്ടൂരിനെ സംബന്ധിച്ചിടത്തോളം സാംസ്കാരിക പ്രവർത്തനം എന്ന് വെച്ചപ്പോൾ അവിടെ ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതുപോലുള്ള മറ്റു കാര്യങ്ങൾ ജമാഅത്തിൻ്റെ പ്രവർത്തനത്തിൽ തന്നെ ഇപ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് ജമാഅത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നാട്ടിൻ്റെ മുഴുവൻ കാര്യങ്ങളും നാട്ടാരുമായും ബന്ധപ്പെട്ട് വളരെയധികം നല്ല നിലക്ക് ടി.സി. പ്രവർത്തിച്ചിട്ടുണ്ട്. ടി.സിയുടെ പ്രവർത്തനങ്ങൾ എടുത്തു പറയത്തക്കതാണ്. മറ്റാരും ടി.സിക്ക് സമമായിട്ട് തുല്യരായിട്ട് ഉള്ളൊരാൾ തിരുവട്ടൂരില്ല എന്ന് തന്നെ വേണം പറയാൻ. നമ്മുടെ ചെറുപ്പം മുതലേ ടി.സിയെ വളരെയധികം പരിചയമുള്ള ഒരാളാണ് ഞാൻ. ടി.സി. നാട്ടിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ കാലത്തും ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മുടെ ജമാഅത്തിൻ്റെ പ്രസിഡൻ്റാണ് ടി.സി. ആ നിലക്ക് തന്നെ നാടും നാട്ടാരുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ ടി.സി. എപ്പോഴും പ്രവർത്തന രംഗത്ത് ഉള്ളവരാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ പരിചയം മാത്രമാണ് എനിക്ക് ടി.സി. എന്ന് വിളിക്കുന്ന 2 അക്ഷരത്തിലായിരുന്ന ടി.സി. അബ്ദുൽ ഖാദിറുമായിട്ട് ഉള്ളത്. ഈ കാലയളവിൽ ഏറ്റവും നല്ല ഒരു സുഹൃത്തും എനിക്ക് അദ്ദേഹത്തെ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പൊതുപ്രവർത്തകന് ഉണ്ടായിരിക്കേണ്ട എന്താണ് സമൂഹത്തോട് ചെയ്യേണ്ട ബാധ്യത എന്നുള്ളത് പൂർണ്ണമായി മനസ്സിലാക്കുകയും അതനുസരിച്ച് ഇടവുകയും ചെയ്യുന്ന വ്യക്തിയായിട്ട് അദ്ദേഹത്തെ എനിക്ക് ഈ കാലയളവിൽ മനസ്സിലാക്കാൻ പറ്റില്ല. താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തോട് പൂർവ്വ പ്രവർത്തനത്തോടൊപ്പം തന്നെ മറ്റ് സമൂഹത്തിലെ മറ്റ് രാഷ്ട്രീയത്തിലൂടെയും ജനങ്ങളോടും തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടി നല്ല സമീപനം എടുക്കുന്ന വ്യക്തിയായിട്ട് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തെ എനിക്ക് കുറേ കൂടി ബോധ്യപ്പെടാൻ വേണ്ടി കഴിഞ്ഞിട്ട്. അദ്ദേഹത്തുമായി കഴിഞ്ഞ നമുക്കൊരു പരിയാരം ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ മെമ്പറായി പ്രവർത്തിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കൂടെ പ്രവർത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ലെങ്കിലും പിന്നീട് ഞാൻ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസാരഥ്യം ഏറ്റെടുത്തതിന് ശേഷമുള്ള കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നല്ല ഒരു സുഹൃബന്ധം നിലനിർത്താനും ഒരു ഒന്നിച്ച പ്രവർത്തിക്കുന്ന അനുഭവം ഉണ്ടാക്കിയെടുക്കാനും വേണ്ടി കഴിഞ്ഞില്ല സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം മറ്റുള്ളവർക്ക് ഒരു മാർഗദൈവമായിട്ട് അല്ലെങ്കിൽ സംശയിക്കാൻ വേണ്ടി കഴിയുന്ന ഒന്നാണെന്ന് തർക്കമില്ല. തികഞ്ഞ ഒരു ആത്മാർത്ഥതയോടുള്ള പ്രവർത്തനമാണ് അദ്ദേഹം എല്ലാ രംഗത്തും കാഴ്ചവെച്ചിരിക്കുന്നത്. ടി.സി. തിരുവട്ടൂരിൻ്റെ സമ്പത്താണ്. തിരുവട്ടൂരിൻ്റെ എല്ലാ വികസനത്തിൻ്റെ പിന്നിലും ടി.സിയുടെ പ്രവർത്തനം വളരെ വിലപ്പെട്ടതാണ്. തിരുവട്ടൂരിൻ്റെ വികസനത്തിന് വേണ്ടി മാത്രമായി ജീവിക്കുന്ന ഒരു മഹൽ വ്യക്തിയാണ് ടി.സി. ഇവിടെ 1972 ആയുർവേദ ആശുപത്രി സ്ഥാപിച്ചത്, 82 വൈദ്യുതി കൊണ്ടുവന്നത്, റോഡ്, അതേപോലെ തന്നെ ടെലിഫോൺ തുടങ്ങിയ എല്ലാ മേഖലകളിലും ടി.സിയുടെ നീണ്ട കാലത്തെ സേവനം അതിൻ്റെ പിന്നിലുണ്ടായിട്ടുണ്ട്. തിരുവട്ടൂർ പ്രദേശം വിദ്യാഭ്യാസപരമായി വളരെയധികം പിന്നിലായ ഒരു പ്രദേശമാണ്. 1960 മുതലാണ് ഈ രംഗത്ത് തിരുവട്ടൂർ മുസ്ലിം യുവജന സംഘം എന്ന പേരിൽ ഒരു സംഘം സ്ഥാപിച്ച് അതിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് സമസ്ത കേരള സുന്നി യുവജന സംഘമായി അത് രൂപാന്തരപ്പെടുകയും അതോടനുബന്ധിച്ച് കേരളത്തിലെ ഉന്നത മതപണ്ഡിതന്മാർ വാണിയമ്പലം, കൂറ്റനാട് തുടങ്ങിയ മഹാപണ്ഡിതന്മാരെയൊക്കെ ഈ തിരുവട്ടൂരിലേക്ക് ഒരു യാത്രാ സൗകര്യമില്ലാത്ത ഈ തിരുവട്ടൂരിലേക്ക് വന്ന് കൊണ്ടുവരാനുള്ള ശ്രമം ടി.സി. അതേപോലെ തന്നെ MC തുടങ്ങിയവരുടെ ശ്രമപരമായി ഉണ്ടാവുകയും മതവിദ്യാഭ്യാസ രംഗത്ത് നല്ല മാറ്റം വരുത്തുകയും ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മർഹൂം CP ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഇവിടെയുള്ള ചെറുപ്പക്കാരെ ദർസുകളിലേക്ക് അയക്കുകയും അതോടൊപ്പം തന്നെ പിന്നീട് യതീംഖാനകളിൽ അയച്ച് മതബൗദ്ധിക വിദ്യാഭ്യാസം നേടാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിലും MC, TC തുടങ്ങിയവരുടെ സേവനം വളരെ വിലപ്പെട്ടതാണ്. പ്രദേശത്ത് ഒരു ഹൈസ്കൂൾ സ്ഥാപിക്കുക എന്നുള്ള ഉദ്ദേശം
ഏതാണ്ട് പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ ഒരു 6-7 വർഷം മുമ്പ് തിരുവട്ടൂർ ജമാഅത്തിന് കീഴിൽ ഒരു ഹൈസ്കൂൾ സ്ഥാപിച്ചു കിട്ടുകയും അത് ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമാവുകയും ചെയ്തു. അത് TCA പോലുള്ളവരുടെ പ്രവർത്തനമാണ് അതിൻ്റെ പിന്നിലുണ്ടായിട്ടുള്ളത്. അതിലേറ്റവും അത്ഭുതകരമായിട്ടുള്ളത് സാധാരണ ഹൈസ്കൂൾ കിട്ടിയാൽ SLC സെൻറ്റർ കിട്ടുക എന്നുള്ളത് വർഷങ്ങൾ പിന്നിട്ടേ സാധിക്കുകയുള്ളൂ. ഇത് തിരുവട്ടൂർ ജമാഅത്ത് പ്രസിഡന്റ് കൂടിയായ TCയുടെ ശ്രമഫലമായി 3-ാം വർഷം തന്നെ SLC ആദ്യ ബാച്ചിൽ തന്നെ SLC പരീക്ഷ തിരുവട്ടൂരിൽ വെച്ച് തന്നെ എഴുതാൻ കഴിയും എന്നുള്ളത് വളരെയധികം സന്തോഷകരമായൊരു കാര്യമാണ്. TCയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ചെറുപ്പകാലത്ത് തന്നെ നമുക്ക് നോക്കിക്കാണാൻ കഴിഞ്ഞൊരു കാര്യമാണ്. വളരെ ചെറുപ്പത്തിൽ MSFന്റെ പ്രവർത്തനമായിരിക്കും തന്നെ TC അന്ന് ലീഗിൻ്റെ താലൂക്ക് ജോയിന്റ് സെക്രട്ടറിയാണ് ഓർമ്മ. അങ്ങനെ പല നിവേദനങ്ങളും മറ്റും എഴുതുന്നതിനെ കൊണ്ട് ഇരിക്കാറുണ്ട് സാധാരണ. പിന്നീട് ഞങ്ങൾ അടുത്ത് ബന്ധപ്പെടുന്നതെന്ന് പറയുന്നത് രാഷ്ട്രീയ രംഗത്ത് മൂപ്പർ TC പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റും ഞാൻ ജനറൽ സെക്രട്ടറി ആയിട്ട് ഒരു 5-6 വർഷക്കാലം പ്രവർത്തിച്ചിരുന്നു. ആ സമയത്ത് ഒരുപാട് പരിപാടികൾ നമ്മുടെ മണ്ഡലത്തിൻ്റെ മറ്റ് പഞ്ചായത്തുകളിലൊന്നും നടത്താത്ത പരിപാടികൾ, ക്യാമ്പുകളും മറ്റു പരിപാടികളായിട്ട് നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിയോജകമണ്ഡലം കമ്മിറ്റി എടുത്ത ഒരു വികസന സമിതിയുടെ ചെയർമാനായി TCയെ എടുത്തതായി കൊടുക്കുന്നുണ്ട്. തിരുവനന്തപുരത്തൊക്കെ പോയി നാട്ടിലെ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് പുറത്തുള്ള പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ വികസന കാര്യങ്ങൾക്കൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി. പിന്നീട് നമ്മുടെ കുഞ്ഞിപ്പക്കർ ഹാജി സാഹിബ് പഞ്ചായത്ത് മെമ്പറായിരുന്ന ഒരു 16 വർഷം ഉണ്ടല്ലോ, ആ കാലത്തും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു TC തന്നെയാണ്. പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി എന്ന നിലയിലും അതോടൊപ്പം തന്നെ മണ്ഡലം ലീഗിൻ്റെ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, അതോടൊപ്പം തന്നെ താലൂക്കിൻ്റെ കമ്മിറ്റിയുള്ള കാലത്ത് ഒരു 83-ന് ശേഷമാണ് മണ്ഡലം കമ്മിറ്റി വന്നത്. ഒക്കെ TCയുടെ പ്രവർത്തനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏത് കാര്യങ്ങളും വികസന കാര്യങ്ങളൊക്കെ സംസാരിക്കാനും അതോടൊപ്പം തന്നെ ഇപ്പോൾ നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി TC ആണ്, ഞാൻ ജനറൽ സെക്രട്ടറിയാണ്. രണ്ടാളും വരുന്നത് പരിയാരം പഞ്ചായത്തിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പ്രവർത്തനത്തിനൊക്കെ തന്നെ വളരെ സഹായകരമായ നിലപാടാണ് TCയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാഷ്ട്രീയ രംഗത്തുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വളരെ സജീവമായിട്ടുണ്ടായ ഒരു ഘട്ടം ഞാൻ ഓർക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഇപ്പം അടുത്ത തന്നെ ഈ കഴിഞ്ഞ വർഷം ഈ ഇടത് ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ തീരുമാനമനുസരിച്ച് CT അഹമ്മദ് സാഹിബിൻ്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ നിന്ന് തലശ്ശേരിയിലേക്ക് ഒരു പദയാത്ര നടക്കേണ്ടായി. ആ പദയാത്രയിൽ 3 ദിവസം ആക്റ്റീവ് മെമ്പറായി മുഴുവൻ സമയവും TC ഫുൾ ടൈം നടക്കാനുണ്ടായിരുന്നു. ഞാനതിൻ്റെ ഒരു കോർഡിനേറ്ററായിരുന്നു TCനെ. അപ്പോൾ ആ രംഗത്ത് വളരെ സജീവമായി പ്രായമുള്ള ആളുകളെ കൂട്ടത്തിൽ TC നമ്മുടെ താല്പര്യം വിശ്വാസിക്കാൻ പോലുള്ള അപൂർവം ആളുകളാണ് അന്നുണ്ടായത്. മുൻകാല പ്രവർത്തകർ ഇവിടെ ചെയ്ത സേവനങ്ങൾ എടുത്തു പറയത്തക്കതാണ്. 1955-ൽ ഇവിടെ ഒരു മഹാസമ്മേളനം നടത്തിയിരുന്നു. ആ സമ്മേളനത്തിന് നേതൃത്വം നൽകുകയും പ്രവർത്തിക്കുകയും അതിനുശേഷവും മുസ്ലിം ലീഗിനെ തളരാതെ നേർവഴിക്ക് കൊണ്ടുവന്ന നേതാക്കന്മാരെയാണ് ഇപ്പോൾ നാം ആദരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ നാട്ടിന് വികസനപരമായി മുഴുവൻ കാര്യങ്ങളും ചെയ്തു തീർത്തത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം കൊണ്ട് മാത്രമാണ്.